Assalamualaikum. Hi my dear butterflies. How are you all? It's me, your Farida ma'am, your English teacher. So welcome back to my English class. Today also we can start the class with dua for knowledge. Rabbi yassir wa la tu'assir wa tammim bil khair. وبقي نستعين يا فتاح ربي زدني علما ربي زدني علما ربي زدني علما. Okay, we have finished mashallah the topic present continuous tense, future continuous tense and past continuous tense. Alhamdulillah. And we had done an activity also. നമ്മളൊരു ആക്ടിവിറ്റിയും ചെയ്തു അല്ലേ. ഇനി സെക്കൻഡ് എക്സസൈസ് ഉണ്ട്, അതൊരു ടേബിൾ വരച്ച് ചെയ്യാനാണ്. ദാറ്റ് ഈസ് യുവർ ഹോംവർക്ക്. അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ആൻസേഴ്സ് ഐ വിൽ സെൻഡ് യു ഇൻ ദ വാട്സാപ്പ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ബോർഡിൽ ടേബിൾ വരച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പം ടേബിൾ ഓൾറെഡി ഗിവൺ ഓൺ ദ ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ്, അപ്പോൾ പ്രസൻറ്റ് ടെൻസിൽ ഒരു വാക്ക് എങ്ങനെ വരിക, പാസ്റ്റ് ടെൻസിൽ എങ്ങനെ വരിക. അപ്പം പാസ്റ്റ് ടെൻസിൽ ട്രൈഡ് എന്ന് കിടക്കുന്നു. അപ്പോൾ ഫ്യൂച്ചർ ടെൻസിൽ അത് എന്തെന്നായിരിക്കും, വിൽ ബി ട്രൈഡ് അല്ലേ. ഫ്യൂച്ചർ ടെൻസ് വരുമ്പോൾ വില്ല് ചേർത്ത് എഴുതുക, വിൽ ബി ട്രൈഡ്. പിന്നെയോ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് വരുമ്പോഴോ ING ചേർക്കണം അല്ലേ. പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെങ്കിലോ ഈസ് ട്രൈയിങ്, ഈസ് ട്രൈയിങ് എന്ന് എഴുതും അല്ലേ. പാസ്റ്റ് ആണെങ്കിലോ, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ എന്ത് എഴുതും, കണ്ടിന്യൂസ് അല്ലേ. അപ്പം ING എന്തായാലും വേണം, വാസ് ട്രൈയിങ് അല്ലേ. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് അല്ലേ അടുത്തത്, അതോ വിൽ ബി ട്രൈയിങ്. മനസ്സിലായോ, വിൽ ബി ട്രൈയിങ് അല്ലേ. വെറും പാസ്റ്റ് ടെൻസ് ആണെങ്കിലോ ട്രൈഡ്. കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലായോ, ഇതാണ് വ്യത്യാസം. ട്രൈഡ് ഈസ് ട്രൈയിങ്, ഇത് പാസ്റ്റ് ടെൻസ്. പ്രസന്റ് ടെൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ, എളുപ്പമല്ലേ. അത് കഴിഞ്ഞിട്ട് പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ ഡി ചേർത്ത് എഴുതുക. പിന്നെയോ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെന്നുണ്ടെങ്കിൽ ഇസ് ആമോ ആറോ അതെന്തെങ്കിലും ചേർത്തിട്ട് ഇസ്, പിന്നെ ഏതാണെന്നാണ് ഇസല്ലേ നമ്മൾ ചേർത്ത് എഴുതുക, ഈസ് പിന്നെ വേർബ് പ്ലസ് ING. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ വാസ് വേർബ് പ്ലസ് ING. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ വിൽ ബി പിന്നെ വേർബ് പ്ലസ് ING ചേർത്ത് എഴുതുക. അങ്ങനെ ഓരോന്നും ഈസിയാണ്. അത് നോക്കിയിട്ട് ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും തന്നിരിക്കുന്നത്, അത് നോക്കി ഇപ്പുറത്തുള്ളതും എഴുതണം ഇപ്പുറത്തുള്ളതും എഴുതണം. ഓക്കെ, so it is easy for you inshallah. Try it. If you don't know the answers, no worries at all, I will send you the answers in the WhatsApp. Now we can go for the third activity, and that is given in the page number 79. Fill in the blanks with the correct forms of the verbs in brackets. അപ്പോൾ അവിടെയാണെങ്കിൽ fill in the blanks ആണ് നമ്മൾ ചെയ്യേണ്ടത്. അവിടെ വേർബ് ബ്രാക്കറ്റ് തന്നിട്ടുണ്ട്, ആ വേർബിൻ്റെ കറക്റ്റ് ഫോമാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐ എം ഗോയിങ് ടു റൈറ്റ്, ഓൾ ഓഫ് യു പ്ലീസ് ലിസൺ. തേർഡ് ആക്ടിവിറ്റി ആണ്. I dash watch this movie. I dash watch this movie for the first time. For the first time. Okay, then what? B. മിസ് ക്വസ്റ്റ്യൻ എഴുതുമ്പോഴത്തേന് നിങ്ങൾ ഇതിൻ്റെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. വാച്ചിൻ്റെ കറക്റ്റ് ഫോം ഇവിടെ എഴുതണം. I think somebody hear our conversation yesterday. Okay, then C. I dash, again ബ്രാക്കറ്റിൽ വാച്ചിൻ്റെ കറക്റ്റ് ഫോം അവിടെ എഴുതണം. വാച്ച് the tennis match tomorrow. കണ്ടോ, നാളെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നാളെ വരുമ്പം ഇതിൻ്റെ കൂടെ ഏതൊക്കെയാണ് ചേർത്ത് എഴുതാന്ന് എഴുതാൻ ഓർത്തോ. ഡി ഋഷിക stay in Chandigarh for a few days. E. She dash work all night for her exam tomorrow. ഓക്കെ, അപ്പോൾ ഇൻഷാല്ല നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, I dash this movie for the first time. ഓക്കെ, ഞാൻ ഈ മൂവി ആദ്യമായിട്ടായിരിക്കും കാണുന്നത്, ആദ്യത്തെ തവണയായിരിക്കും കാണുന്നതെന്ന് പറയാണ്. I dash this movie for the first time. അപ്പോൾ എന്തെന്നാ വരിക, I dash this movie for the first time. I will be watching
watching. What? Will be watching. അല്ലേ? I will be watching. അല്ലേ, ഞാൻ ആദ്യമായിട്ടായിരിക്കും കാണുന്നതെന്ന് പറയുമ്പോഴത്തേനും കണ്ടോ? ഇല്ല, കാണാൻ പോവാണല്ലേ. I will be watching this movie for the first time. Second question. I think somebody dash our conversation yesterday. ഇന്നലത്തെ കുറിച്ചാ. ആക്ഷൻ ഓൾറെഡി കംപ്ലീറ്റഡ്. ഇന്നലത്തെ കുറിച്ചാ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു നമ്മൾ പറഞ്ഞത് നമ്മുടെ സംഭാഷണം ആരോ കേട്ടു എന്ന് തോന്നി ഇന്നലെ. അപ്പം എന്താ, ഐ തിങ്ക് സംബഡി, ഇതിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താ? ഹേർഡ്. വാട്ട് ഈസ് ദ പാസ്റ്റ് ടെൻസ്? ഹേർഡ്. ഓക്കെ, ഐ തിങ്ക് സംബഡി ഹേർഡ് അവർ കോൺവെർസേഷൻ യെസ്റ്റർഡേ. ഇനി അടുത്തതോ, ഐ ഡാഷ് വാച്ച് ദ ടെന്നീസ് മാച്ച് ടുമോറോ. ടുമോറോ. അപ്പോൾ അത് നാളത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. നാളത്തെ കുറിച്ചിട്ട് പറയുമ്പോൾ എന്താണ്? ഐ ഡാഷ് ദ ടെന്നീസ് മാച്ച് ടുമോറോ. നാളത്തെ കുറിച്ച് പറയുമ്പോൾ എന്തായാലും ഫ്യൂച്ചർ ടെൻസ് ആണെന്ന് അറിയാം. നമ്മുടെ വില്ലിനെ വിളിക്കണം അല്ലേ? വിൽ വരും. ഐ വിൽ വാച്ച്. ഐ വിൽ വാച്ച് ദ ടെന്നീസ് മാച്ച് ടുമോറോ. ദെൻ മൂവിങ് ഓൺ. ഋഷിക ഡാഷ് സ്റ്റേ ഇൻ ചണ്ഡീഗഡ് ഫോർ എ ഫ്യൂ ഡേയ്സ്. ഋഷിക ഡാഷ് സ്റ്റേ ഇൻ ചണ്ഡീഗഡ് ഫോർ എ ഫ്യൂ ഡേയ്സ്. അപ്പം തന്നെ ഋഷിക ചണ്ഡീഗഡിൽ കുറച്ച് ദിവസം നിന്നു എന്നാണ് പറയുന്നത്. ഋഷിക ഡാഷ് ഇൻ ചണ്ഡീഗഡ് ഫോർ എ ഫ്യൂ ഡേയ്സ്. കുറച്ച് ദിവസം ഋഷിക അവിടെ നിന്നു. അപ്പോൾ ഓൾറെഡി കഴിഞ്ഞു. അപ്പോഴോ ഋഷിക സ്റ്റേയ്ഡ് എവിടെ? ചണ്ഡീഗഡിൽ അല്ലേ? ഋഷിക സ്റ്റേയ്ഡ് ഇൻ ചണ്ഡീഗഡ് ഫോർ എ ഫ്യൂ ഡേയ്സ്. പിന്നെയോ ഷീ ഡാഷ് ഓൾ നൈറ്റ് ഫോർ ഹർ എക്സാം ടുമോറോ. ഷീ ഡാഷ് ഓൾ നൈറ്റ് ഫോർ ഹർ എക്സാം ടുമോറോ. അപ്പോൾ ലാസ്റ്റ് തുറന്നുകൊണ്ട് ടുമോറോ വെച്ചിട്ടാണ് എങ്ങനെയാണ് എഴുതുക എന്ന് യു ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്. ഓക്കെ, അപ്പോൾ ഈ ഇത്ര എക്സസൈസിൻ്റെ ഏകദേശ രൂപം മനസ്സിലായില്ലേ? അപ്പോൾ ഈ ലാസ്റ്റത്തെ ഒരു ആൻസർ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? അസൈൻമെൻ്റ് ആയിട്ട് എടുക്കുക. മറ്റേ ടേബിളും ഇതിൻ്റെ എല്ലാ ആൻസേഴ്സ് ഇൻഷാല്ലാ ഐ വിൽ സെൻഡ് യു ഇൻ ദ വാട്സാപ്പ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ വീഡിയോ. അങ്ങനെ മാഷാല്ലാ നമ്മുടെ ലെസൺ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. പിന്നെ റൈറ്റിംഗ് ജംഗ്ഷൻ ആണ്. അത് ഇതിപ്പോൾ വലിയ കുഴപ്പമില്ല. So alhamdulillah we have completed the portion also. Lesson 5, lesson 7 and lesson 8. 3 lessons are there for the exam. So start studying today itself. ഇത്രയും ദിവസം പഠിച്ചില്ലെങ്കിൽ ഇന്ന് മുതലെങ്കിലും ഇനി പഠിക്കാൻ നോക്കാം. നല്ല മക്കളായിട്ട് എല്ലാം ഇന്ന് പഠിച്ചു തുടങ്ങി ഇൻഷാല്ലാ. Okay, so we can see in the next video in the next class. Till then you take care. Assalamu alaikum.